अस्सलाम वालेकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. तकरीबन 3 हफ्ते पहले जमात अहमदिया यूके ने ഏകദേശം 3 ആഴ്ചക്ക് മുമ്പ് जमात के 100 അഹമ്മദിയ ജമാഅത്ത് യുകെ ബ്രിട്ടനിൽ ജമാഅത്തിന്റെ ശതവാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിൽ വിവിധ മതങ്ങളിലെ പണ്ഡിതരെയും പ്രതിനിധികളെയും ക്ഷണിച്ചിരുന്നു. അവർ തങ്ങളുടെ പവിത്ര ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെക്കുറിച്ചും മതപാഠങ്ങളെക്കുറിച്ചും ഈ 21ാം നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ പ്രശസ്തിയും അവന്റെ ആവശ്യകതയും എന്താണെന്നും അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശ്യം. ഇതിൽ ഇസ്ലാമിന്റെ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതായിരുന്നു. അത് ജമാഅത്ത് നിർവഹിക്കേണ്ടതായിരുന്നു. ജമാഅത്ത് അത് നിർവഹിച്ചു. ഞാൻ അതിൽ പങ്കെടുത്തു. ഇതുകൂടാതെ യഹൂദികൾ, ക്രിസ്തുമതം, ബുദ്ധമതം, ഹിന്ദുമതം, സർത്തിഷ്ത്, സിഖ് എന്നിവരെല്ലാം പങ്കെടുക്കുകയും അവരോരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. ബഹായികളും അവിടെ സന്നിഹിതരായിരുന്നു. ഇവരെ കൂടാതെ ചില രാഷ്ട്രീയ നേതാക്കൾക്കും ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രവർത്തകർക്കും അവരുടെ കാഴ്ചപ്പാട് വിവരിക്കാനുള്ള അവസരം നൽകുകയുണ്ടായി. ഈ പരിപാടി ഇവിടത്തെ ഏറ്റവും പഴക്കം ചെന്ന പാരമ്പര്യ ഹാളായ ഗിൽഡ് ഹാളിൽ വെച്ചാണ് നടന്നത്. ഈ കെട്ടിടം 1439 അതിനു മുമ്പോ നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. ലണ്ടനിലെ ഏറ്റവും പൗരാണികമായ 2 കെട്ടിടങ്ങളിൽ ഒന്നാണിതെന്നും പറയപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ഇതിന് ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. MTA-യിൽ ഈ പ്രോഗ്രാം കാണിച്ചിട്ടുള്ളതാണ്, പലരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് അൽ ഫദൽ പത്രത്തിൽ ഇതിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ചരിത്രം വിവരിക്കലല്ല എന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ അവിടെ നടന്ന പരിപാടിയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാം MTAയിൽ കാണിക്കപ്പെട്ടതാണ്. ഉറുദുവിൽ എന്റെ പ്രസംഗത്തിന്റെ പരിഭാഷ വന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഏതായാലും കണ്ടിട്ടില്ല. പാകിസ്ഥാനിൽ നിന്നും എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വലിയ പരിപാടിയെക്കുറിച്ചുള്ള വിശദ വിവരമോ ഏകദേശം അതിന്റെ ചുരുങ്ങിയ വിവരമോ ഖുത്ബയിൽ വിവരിച്ചാൽ നല്ലതായിരിക്കുമെന്നാണ്. സന്ദർശനത്തിന് ശേഷം അതിനെക്കുറിച്ച് പറയുന്നത് പോലെ ഇതും പറഞ്ഞാൽ നന്നായിരിക്കുമെന്നുള്ള അഭിപ്രായം പറയുകയുണ്ടായി. കേൾവിക്കാർക്ക് ഇത് ശരിക്കും മനസ്സിലാക്കാനും ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനും കാരണമാകുന്നതാണ്. അങ്ങനെ അവർക്ക് ഫലമെടുക്കാനും സാധിക്കും. ചില പ്രോഗ്രാമുകൾ MTAയിൽ ചിലർ നോക്കാറില്ല. ഇവിടെയും ഒരു കത്തിൽ നിന്നും ഇന്നലെ എനിക്ക് മനസ്സിലായത്, ഇന്ന പത്രത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നതായി അറിഞ്ഞു എന്നതാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നേരത്തെ MTAയിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഖുത്ബകളാണ് കൂടുതൽ പേരും കേൾക്കുന്നത്. അതിനാൽ ചുരുങ്ങിയ രീതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. ഇത് ഇനി MTAയിൽ വരുമ്പോൾ അഹമ്മദികൾ ഇത് കാണേണ്ടത് തന്നെയാണ്. വളരെ സാരസമൃദ്ധമായ ഒരു പരിപാടിയായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രസംഗകരുടെ പ്രസംഗങ്ങളിൽ നിന്നുള്ള ചില വരികൾ കേൾപ്പിക്കുന്നതാണ്. എന്റെ പ്രസംഗത്തിന്റെ ചുരുക്കവും കേൾപ്പിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ അന്യരുടെ പ്രതികരണത്തെയും കുറിച്ച് പറയുന്നതാണ്. ഇതിലൂടെ അള്ളാഹുവിന്റെ സഹായവും അവന്റെ ഫളലും നമ്മുടെ മുമ്പിൽ പ്രകടമാകുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവും ഇസ്ലാമിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ പ്രിയ പ്രേമി മുഖേന ലോകത്ത് പ്രകടമാകുന്നത് ലോകത്തിന് മനസ്സിലാകുന്നതാണ്, നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ പരിപാടിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, UK-യിലെ സംഘാടകർ ഇത്രയും വലുതും പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു പരിപാടി നടത്തിയപ്പോൾ ഇതിനുവേണ്ടി ഏത് രീതിയിൽ പ്രചാരണം നടത്തേണ്ടതുണ്ടായിരുന്നുവോ ആ രീതിയിൽ പ്രചാരണം നടത്തിയില്ല. പരിപാടി നടത്തുന്നതിന് മുമ്പ് അവർ ഇത് ചെയ്യാതെ വലിയ പരിപാടി നടത്തുകയാണെന്നതിൽ മാത്രം സന്തോഷം കണ്ടെത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ജമാഅത്തിനെ വിപുലമായ രീതിയിൽ പ്രചരിപ്പിക്കാനും ഇസ്ലാമിന്റെ മനോഹര അധ്യാപനത്തെ പ്രചരിപ്പിക്കാനുമുള്ള ഒരു അസുലഭ സന്ദർഭമായിരുന്നു ഇത്. പ്രസ്സുമായി ശരിയായ രീതിയിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അമീർ സാഹിബും അദ്ദേഹത്തിന്റെ ടീമും വാർത്തകൾ നൽകുന്നതിനായി പരിശ്രമിക്കുന്നത് പോലെ അന്ന് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിൽ ഫലം ചെയ്യുമായിരുന്നു. ഇക്കാലത്ത് സന്ദേശം എത്തിക്കാനുള്ള ഒരു നല്ല മാർഗം പ്രസ്സാണ്. പ്രസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തുള്ള ജമാഅത്തുകൾ ഏത് രീതിയിലാണോ പ്രവർത്തിക്കേണ്ടിയിരുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നില്ല. അമേരിക്കയിൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രവർത്തനം കുറച്ചു കാലമായി മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ല പ്രവർത്തനമാണ് നടന്നു വരുന്നത്. ആഫ്രിക്കയിൽ ഘാന, സെറാലിയോൺ എന്നീ സ്ഥലങ്ങളിൽ ഇത് സംബന്ധമായി നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ ഫ്രാങ്കോഫോൺ പ്രദേശങ്ങളിൽ ഇതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും എല്ലാ നിലയിലുമുള്ള മീഡിയകളുമായി നമുക്ക് ബന്ധം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതോടനുബന്ധിച്ചുകൊണ്ട് അഹ്മദിയ ജമാഅത്തിനെ അറിയുന്നതോടൊപ്പം ഇസ്ലാമിന്റെ പാവന സന്ദേശം ലോകത്തിന് അറിയാൻ കഴിയുന്നതാണ്. അത് മുഖേന തബ്ലീഗ് പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ സാധിക്കുന്നതാണ്. തബ്ലീഗിനുള്ള ഒരു നല്ല മാർഗമാണിത്. ഇതിലേക്ക് ജമാഅത്തുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നടന്ന യോഗ നടപടിയെക്കുറിച്ച് ഇനി പറയുന്നതാണ്. ചില പ്രഭാഷകർ വളരെ നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിന് ശബ്ദമാക്കി അള്ളാഹു മാറ്റട്ടെ, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യട്ടെ.
ആദ്യം ഇവിടെയുള്ള ഒരു ഹിന്ദു കൌൺസിലിന്റെ ചെയർമാനായ ഉമേഷ് ചന്ദ്ര ശർമ്മ സാഹിബാണ് പ്രസംഗിച്ചത്. അദ്ദേഹം പറയുന്നു, ഇന്നത്തെ വിഷയം വളരെ ആകർഷണീയമാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നാം പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ അസ്തിത്വം ഉണ്ട് എന്നതിന് നാം എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ വളരെ വ്യക്തമായ കാര്യം, രാഷ്ട്രീയ നേതാക്കളും മറ്റ് സംവിധാനങ്ങളും ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. നാനാഭാഗത്തും തർക്കങ്ങളും കുഴപ്പങ്ങളുമാണുള്ളത്. പൊതുജനങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനാൽ മാനവരാശിയുടെ ഉന്നമനത്തിനായി നാം എല്ലാവരും ഒന്നിച്ചുകൊണ്ട് മതത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട സമയം വന്നിരിക്കുന്നു. നമുക്ക് നമ്മുടെ മതവിശ്വാസങ്ങളെ ജീവിതത്തിൽ പകർത്തേണ്ടിയിരിക്കുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതാണ്, നാം നമ്മുടെ ആളുകളെ ഉപദേശിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മുടെ മാതൃകയും സമർപ്പിക്കുകയാണ് വേണ്ടത്. ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ പ്രഭാഷകനും താൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ദലൈലാമയുടെ സന്ദേശം ലണ്ടനിലെ ബുദ്ധമതത്തിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. അവർ പറയുന്നു, മതങ്ങളെല്ലാം തന്നെ തന്റെ അനുയായികളോട് പരസ്പരം സ്നേഹത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റുള്ളവരുടെ ആദർശവും നമ്മുടെ ആദർശവും എത്ര വ്യത്യസ്തമാണെങ്കിൽ തന്നെയും അവരെ നാം ആദരിക്കേണ്ടതാണ്. ഓരോ സത്യമതവും അവരവരുടെ കാലത്ത് മനുഷ്യകുലത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാവി കാലത്തും ഈ മൂല്യങ്ങളാണ് ലോകത്ത് ശാന്തിയും സമാധാനവും സാഹോദര്യവും സൃഷ്ടിക്കാനും പരസ്പരം സഹകരിച്ച് ജീവിക്കാനും സഹായിക്കുക. ഹൃദയാത്മന നാം എല്ലാവരും നിത്യജീവിതത്തിലും നമ്മുടെ മതങ്ങൾ നമ്മോട് പറയുന്ന ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും അവർ ഈ പറഞ്ഞതെല്ലാം തന്നെ തികച്ചും ശരിയാണ്. പറയുന്ന മതത്തിന്റെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ജനങ്ങൾ മതത്തിന്റെ ശരിയായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുമ്പോഴാണ്. ആഗോള മതങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതാണെന്ന് കുറെ കാലമായി ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ പരസ്പരം തിരിച്ചറിഞ്ഞും ഒന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. ലോകത്ത് സമാധാനം സ്ഥാപിക്കാനും കഴിയുന്നതാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ബ്രിട്ടനിൽ ഫെബ്രുവരി 11 ആഗോള മത മഹാസമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച അവരുടെ ധീരമായ ഈ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ വളരെ സുദീർഘമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കൂടുതൽ പ്രഭാഷകരും ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് വിവരിച്ചിട്ടുള്ളത്. അതിനുശേഷം ദുരൂദി കമ്മ്യൂണിറ്റിയുടെ ആത്മീയ നേതാവ് ഷെയ്ഖ് മുവഫിഖ് സാഹിബ് പറയുന്നു, ഞങ്ങളുടെ സമുദായം എന്നത് ഞങ്ങൾ വസിക്കുന്ന വിശുദ്ധ ദേശത്തുമായി എല്ലാ മതങ്ങൾക്കും ശക്തമായ ബന്ധം നിൽക്കുന്നു. ഫലസ്തീന് മറ്റു നാടുകളാണ് ഇവരുദ്ദേശിക്കുന്നത്. ഷ്യാമും ഇതിൽ ഉൾപ്പെടുന്നു. അർലെ മുഖദ്ദസ് എന്ന സ്ഥലത്താണ് പല മതങ്ങളും ജന്മമെടുത്തതും പല പ്രവാചകന്മാരുടെയും ആരംഭം കുറിച്ചതും. അദ്ദേഹം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നാം നിങ്ങളെ പുരുഷന്മാരിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ ഭക്തി കൈക്കൊള്ളുന്നവരാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. സൂറ ഹുജറാത്തിലെ 14 വചനം അദ്ദേഹം പാരായണം ചെയ്യുകയുണ്ടായി. പറയുന്നു, എന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിനും സംഘാടകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ബ്രിട്ടനിൽ അഹമ്മദിയ ജമാഅത്ത് സ്ഥാപിതമായതിന്റെ ശതവാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ മഹാസമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നു. ദുരൂദ് കമ്മ്യൂണിറ്റിയും അഹമ്മദിയ ജമാഅത്തും അർലെ മുഖദ്ദസിൽ വളരെ സൗഹൃദ ബന്ധത്തിലാണുള്ളത്.
ഞങ്ങളെ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട്. हम सब मिलकर जुल्म और तशद्दुद की मजम्मत വരിക, के वो भी നമുക്കെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് അക്രമത്തെയും മർദ്ദനത്തെയും ഇല്ലാതാക്കാം. സ്നേഹത്തിന്റെ വിത്ത് നമുക്ക് വിതക്കാം. അതിൽ നിന്നും മശ്രിക്കിൽ മാത്രമല്ല ലോകത്ത് മുഴുവനും സ്നേഹത്തിന്റെ നീരുറവുകൾ ബഹിർഗമിക്കട്ടെ. कैथोलिक चर्च के आर्च बिशप केविन मैकडोनाल्ड കാത്തോലിക് ചർച്ചിന്റെ ബിഷപ്പ് की इस कॉन्फ्रेंस में शमूलियत करके കേവൻ മെക്ഡോണൽ പറയുന്നു, चर्च की नुमाइंदगी में ആഗോള മത മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കാത്തോലിക് ചർച്ചിന്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ലോകത്ത് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളുടെ ആവശ്യമാണുള്ളത്. ഇതിനുശേഷം അദ്ദേഹം പോപ്പിന്റെ ക്യാബിനറ്റിന്റെ പ്രസിഡന്റും जो है प्रेसिडेंट और काउंसिल फॉर जस्टिस पीस भी हैं കൌൺസിൽ ഫോർ ജസ്റ്റിസ് ट्रक्सन ആൻഡ് പീസിന്റെയും पैगाम पढ़ ജനറൽ കാർഡിനൽ പീറ്റർ ടക്സന്റെ महसूस करता हूं कि जमात अहमदिया के बरतानिया സന്ദേശം വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. में അഹമ്മദിയ ജമാഅത്ത് ബ്രിട്ടനിൽ സ്ഥാപിതമായതിന്റെ ശതവാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ലോകമത മഹാസമ്മേളനത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സദസ്സിൽ പ്രത്യേകത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ മതസ്ഥർ ഇവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ലോകസമാധാനം സ്ഥാപിക്കാൻ എങ്ങനെ കഴിയും എന്ന് ചർച്ച ചെയ്യുകയാണ്. इसके वहाँ के एक रबाई हैं അവിടുത്തെ ഒരു റബായി मुआशरे में रह रहे हैं പറയുന്നു, वहाँ ज़ाहिरी तरक्की को एक बहुत बुलंद നാം ഏതൊരു സമൂഹത്തിലാണോ താമസിക്കുന്നത് അവിടെ ഭൗതിക നേട്ടത്തെ വലിയ ഒരു കാര്യമായാണ് കണക്കുകൂട്ടുന്നത്. मुआशी फर्क खौफनाक ഇസ്രായേല് റബായിയാണ് ഇദ്ദേഹം. तरक्की और आसाइश കുജേലനും കുബേരനും തമ്മിലുള്ള അന്തരം ഭീഷണമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗതിയുടെ പേരും പറഞ്ഞ് ഭൂമിയിലെ അനുഗ്രഹങ്ങളെ അമിതമായി നാം ദുർവിനിയോഗം നടത്തുന്നു. നല്ല വെള്ളത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു, വനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു കാലഘട്ടത്തിലൂടെയാണോ നാം കടന്നുപോകുന്നത്? ഇവിടെ മതപരവും രാഷ്ട്രീയപരവുമായ വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പം എല്ലായിടത്തും നടമാടിയിരിക്കുന്നു. ദൈവത്തിന്റെ നാമത്തെയും അവൻ നൽകിയിരിക്കുന്ന അധ്യാപനത്തെയും ചവിട്ടിമതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ കാര്യങ്ങളെയും നാം ന്യായീകരിക്കുന്നത് രാഷ്ട്രീയ സാഹചര്യം എന്നും നിർബന്ധിത സാഹചര്യം എന്നും പറഞ്ഞുകൊണ്ടാണ്. വരൂ, നമുക്കെല്ലാം ഒന്നായി ചേർന്ന് ഇതിനെതിരിൽ പോരാടാം. अल्लाह करे कि ये इनकी बातें जो हैं इनके सरबराहान हुकूमत जो हैं ഇവർ പറഞ്ഞ കാര്യങ്ങൾ वाली हों और उनको बताने वाले भी हों ये लोग അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും മനസ്സിലാക്കട്ടെ. അവർക്ക് ഇവർ പറഞ്ഞു കൊടുക്കുന്നവരായി തീരുകയും ചെയ്യട്ടെ. सियासी लोगों के भी पैगामात थे और ചില खिताब രാഷ്ട്ര നേതാക്കളുടെ സന്ദേശവും ഉണ്ടായിരുന്നു, उनके हाई कमिश्नर पर പ്രസംഗവും ഉണ്ടായിരുന്നു. ഖാനയുടെ രാഷ്ട്രപതിയുടെ സന്ദേശം അദ്ദേഹത്തിന്റെ ഹൈക്കമ്മീഷണർ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രതിനിധിയും വന്നിരുന്നു. अल्लाह ताला ने അദ്ദേഹം എഴുതുന്നു, അള്ളാഹു തന്റെ പ്രിയ പ്രവാചകന്മാരെ ലോകത്തേക്ക് അയച്ചു. അവരെല്ലാവരും ലോകത്ത് दिया ഉള്ള എല്ലാ ജനങ്ങൾക്കും വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഈ സന്ദേശമാണ് നൽകിയത്. അതായത് മനുഷ്യൻ സമാധാനത്തിലും ശാന്തിയിലും സാഹോദര്യത്തിലും ജീവിതം നയിക്കേണ്ടതാണ്. ഇതാണ് ഈ സമ്മേളനത്തിന്റെയും യഥാർത്ഥ ഉദ്ദേശ്യം. ഖാനയിൽ പീസ് കൌൺസിലിന്റെ സ്ഥാപനത്തെക്കുറിച്ചും അവിടെ മതങ്ങൾ തമ്മിൽ സഹിഷ്ണുതയോടുകൂടി വർത്തിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ എല്ലാവരും അംഗങ്ങളാണെന്നും പറയുകയുണ്ടായി. ഇവിടുത്തെ ബെറനസ് വാട്ടിസാവ് सामने വന്നിരുന്നു. ഈ ചരിത്ര പ്രാധാന്യമുള്ള ഹാളിൽ സമ്മേളിച്ചിരിക്കുന്ന മൽ വ്യക്തികളുടെ മുമ്പാകെ എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവസരം ലഭിച്ചത് എനിക്ക് ലഭിച്ച വലിയൊരു ആദരവായി കാണുന്നു. ഈ സമ്മേളനം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വിശാല മനസ്കതയും വിശാല കാഴ്ചപ്പാടും के अकायद വിശാല ചിന്താഗതിയുമാണ് പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു ആഗോള സമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജമാഅത്തിന്റെ അഭിപ്രായം കേൾപ്പിക്കുന്നതിന് പകരം എല്ലാ മതാനുയായികളുടെയും അവരവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതിനുള്ള അവസരം നിങ്ങൾ നൽകിയിരിക്കുകയാണ്. നമുക്ക് ബ്രിട്ടനിൽ कहती हैं इस जलसे के कामयाब इनकाज से ये भी साबित हो गया മുമ്പും മനുഷ്യത്വത്തിന്റെ പേരിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ചെയ്ത ആതുര സേവനങ്ങളുടെ സ്വാധീനം കാണാവുന്നതാണ്. ഈ സമ്മേളനത്തിന്റെ വിജയപ്രദമായ
इस कॉन्फ्रेंस നടത്തിപ്പിൽ നിന്നും മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ലോകത്തിലുള്ള മതങ്ങളെല്ലാം ഒന്നിച്ചിരുന്നുകൊണ്ട് മതസൌഹാർദ്ദത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിനനുസരിച്ച് മുന്നോട്ടു പോകാനും തയ്യാറാണെന്നാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരവസരമാണ്. फ्रीडम वाइस चेयरमैन है डॉक्टर അമേരിക്കയിലെ കമ്മീഷണർ ഓൺ ഇന്റർനാഷണൽ റിലീജിയൻ ഫ്രീഡം അതിന്റെ വൈസ് ചാൻസലറായ മിസ്റ്റർ കിട്രീന, ഇവർക്ക് ജമാഅത്തുമായി നേരത്തെ തന്നെ നല്ല ബന്ധമുണ്ട്. महसूस कर रही हैं। അവർ പറയുന്നു, ഇന്ന് നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ अमेरिका से खासतौर पर इस मकसद के लिए आई थी। ആദരിച്ചതായി ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നു. ബ്രിട്ടനിൽ ഈ ജമാഅത്ത് 100 വർഷം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ നടത്തപ്പെടുന്ന ഈ സമ്മേളനത്തിൽ ഞാൻ ഇവിടെ സന്നിഹിതനാണ്. അമേരിക്കയിൽ നിന്നും ഇതിനായി അവർ വന്നതാണ്. പറയുന്നു, ഇന്നത്തെ ഈ ഫംഗ്ഷൻ പരസ്പരം സഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും മൂല്യങ്ങളെ മനസ്സിലാക്കുന്നതിനായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഗുണങ്ങളാണ് നിങ്ങളുടെ ജമാഅത്തിന്റെ അടിസ്ഥാന തത്വം. അഹമ്മദിയ ജമാഅത്ത് മതങ്ങൾ പരസ്പരം സഹകരിക്കുന്നതിന്റെയും തമ്മിൽ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെയും പരസ്പരം ആദരിക്കുന്നതിന്റെയും ജീവിച്ചിരിക്കുന്ന ദൃഷ്ടാന്തമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് നാം ഒന്ന് बामी इफामत तफहीम और आज़ादी से चलने തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. नजारा नजर आता है। നന്മയുടെയും പരിശുദ്ധിയുടെയും വിളക്ക് തെളിയിച്ചുകൊണ്ട് അന്ധകാരത്തെ ദൂരീകരിക്കാനുള്ള കഠിന പ്രയത്നം ചെയ്ത മഹൽ വ്യക്തികളെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. लेकिन बहरहाल അതിനുശേഷം ചില വ്യക്തികളെ കുറിച്ച് അവർ പറയുകയുണ്ടായി. അവസാനം അവര് പറയുന്നു, हम आपकी जमात को देखते हैं कि किस तरह आप तमाम 20ാം നൂറ്റാണ്ടിൽ നിങ്ങളുടെ ജമാഅത്ത് ലോകസമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അക്രമത്തിനും മർദ്ദനത്തിനുമെതിരിൽ എങ്ങനെയാണ് പോരാടുന്നത് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർക്ക് ഒരു അബദ്ധം പിടഞ്ഞിരിക്കുകയാണ്. जो थी उस वक्त से ही 19ാം നൂറ്റാണ്ടിൽ തന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവോടുകൂടി തന്നെ അഹമ്മദിയ ജമാഅത്ത് അതിക്രമത്തിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിരിക്കുന്ന അധ്യാപനത്തിന്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. हम आपकी तरह रवादारी 20ാം നൂറ്റാണ്ട് എന്നതിന് പകരം അവർ 19ാം നൂറ്റാണ്ട് എന്നാണ് പറയേണ്ടിയിരുന്നത്. പറയുന്നു, ഞങ്ങളും നിങ്ങളെപ്പോലെ സഹിഷ്ണുതയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. हम आपकी तरह നിങ്ങളെപ്പോലെ ഞങ്ങളും വിവിധ ആദർശങ്ങൾ ഉള്ളവർ ഒത്തൊരുമിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. പരസ്പരം कायद रखने वाले तमाम കാര്യങ്ങൾ കേൾക്കണം. മറ്റുള്ളവരെ ആദരിക്കാത്തതുവരെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനേ കഴിയുന്നതല്ല. അഹമ്മദിയ ജമാഅത്ത് പരസ്പരം സൗഹൃദത്തിന്റെ പാഠമാണ് നൽകുന്നതെന്നതിന് ഞാൻ സാക്ഷിയാണ്. मैं इस बात की कदर करती നമുക്ക് വിശ്വാസമനുസരിച്ച് देती है। हम सबको अपने अकायद पर अमल करने की आजादी ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതാണ്. നാം പരസ്പരം ആശയവിനിമയം നടത്തുമ്പോൾ സമത്വം, നീതി, മനുഷ്യത്വം എന്നീ മൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഈ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിനായി നാം എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ പ്രയത്നത്തോടും കൂടി करने वाले बन जाएं। अल्लाह करे ये बड़ी ताकत പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. വൻ ശക്തികളെല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായനെ. അള്ളാഹു അങ്ങനെയാക്കട്ടെ. इनके यहाँ के ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്ററുടെ സന്ദേശം ഇവിടത്തെ അറ്റോർണി ജനറൽ റൈറ്റ് ഓണറബിൾ ഡൊമിനിക് ഗ്രീവ്സ് വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. അതിനു മുമ്പ് അദ്ദേഹം തന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. സന്ദേശം കേൾപ്പിക്കുന്നതിനു മുമ്പേ ഈ സമ്മേളന സ്ഥലം തിരഞ്ഞെടുത്തതും ഏറ്റവും ഉചിതമായെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇംഗ്ലീഷുകാരിൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് വിശാല കാഴ്ചപ്പാട് ജന്മമെടുത്തത്. അങ്ങനെ ലോകത്തേക്ക് കണ്ണു തുറന്നു നോക്കാൻ അവരെ പ്രേരിപ്പിച്ചതും ഈ സ്ഥലമാണ്. ഇന്ന് നാം എല്ലാവരും ഈ സമ്മേളനത്തിനായി ഇവിടെ ഒരുമിച്ച് കൂടുക എന്നത് ഇതിന്റെ ഒരു അനുഗ്രഹമാണ്. ഇന്നത്തെ ജൽസ തീർച്ചയായും വ്യത്യസ്തമായ ഒരു ജൽസയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഏത് മതത്തിന്റെ അനുയായിയാണെങ്കിലും ശരി, ഒരു മതനിഷേധിയെക്കാളും മറ്റ് മതസ്ഥരുടെ വിചാരങ്ങളെയും ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് മതവിശ്വാസിക്കാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ ഈ കാര്യം ശരിയായി തീരട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായി മാറട്ടെ. फिर वज़ीर-ए-आज़म का पैगाम उन्होंने पढ़ा कि मैं अहमदिया പ്രധാനമന്ത്രിയുടെ സന്ദേശം അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചു.
ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായി അഹമ്മദിയ ജമാഅത്ത് വിവിധ മദാനിയായികളെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടിയതിനെ അവരെ അനുമോദിക്കുന്നു. ഇംഗ്ലണ്ടിൽ അഹമ്മദിയ ജമാഅത്ത് ചെയ്യുന്ന അനുപമമായ സൃഷ്ടി സേവനത്തെ പ്രകീർത്തിക്കുന്നു. നിങ്ങൾ ഒരു ഭാഗത്ത് മതസൗഹാർദ്ദ യോഗങ്ങൾ രാജ്യത്ത് നടത്തുമ്പോൾ മറുഭാഗത്ത് അടുത്ത കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖുദ്ദാമുൽ അഹമ്മദിയ ഇതിനായി വളരെയധികം പ്രവർത്തിക്കുകയുണ്ടായി. മതങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ സമ്മേളനം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ നിന്നും എന്തുമാത്രം ആത്മാർത്ഥതയുള്ളവരാണെന്ന് വ്യക്തമായ സാക്ഷ്യം നൽകുന്നതാണ്. ഇവിടെ ലോകത്തുള്ള വിവിധ മദാനിയായികൾ ഒരുമിച്ചിരിക്കുന്നു. ലോകം മുഴുവനും ശാന്തിയുടെ മടിത്തട്ടിലായി തീരട്ടെ. ഈ സമ്മേളനത്തിൽ ബ്രിട്ടൻ സർക്കാരിന്റെ പ്രാതിനിധ്യം കൂടി ഉണ്ടെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ അഹമ്മദിയ ജമാഅത്തിന്റെ നേതാവിനും മറ്റു മത നേതാക്കളായ അതിഥികൾക്കും ഒരുമിച്ചിരുന്നുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് ലോകത്തെങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ആലോചിക്കുന്നതിനെ പ്രകീർത്തിക്കുന്നു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ നേതാവായ രാജ്ഞിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എഴുതി, ഇംഗ്ലണ്ടിലെ രാജ്ഞിക്ക് ബ്രിട്ടൻ അഹമ്മദിയ ജമാഅത്ത് ശതവാർഷിക പരിപാടിയുടെ ഭാഗമായി ഗിൽഡ് ഹാളിൽ ആഗോള മത മഹാസമ്മേളനം നടത്തുന്നു എന്ന സന്ദേശം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയുണ്ടായി. ബഹുമാന്യയായ രാജ്ഞിക്ക് ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. സന്ദേശം അയക്കാനുള്ള താങ്കളുടെ അപേക്ഷയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ബഹുമാന്യ രാജ്ഞി ആശംസിക്കുന്നു. മറ്റുള്ളവരുടെ പ്രതികരണങ്ങളും അവരുടെ പ്രഭാഷണങ്ങളുമാണ് ഇതുവരെ പറഞ്ഞത്. ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞതുപോലെ പലരും അത് കേട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. പത്രങ്ങളിൽ വ്യക്തമായി വന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്: അള്ളാഹു ആഗ്രഹിക്കുന്നത് ജനങ്ങൾ സംസ്കരിക്കപ്പെടണം എന്നാണ്. മനുഷ്യൻ അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്നവരും സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റുന്നവരുമായി തീരേണ്ടതാണ്. ഈ ഒരു ലക്ഷ്യത്തിനാണ് അള്ളാഹു പ്രവാചകന്മാരെ ലോകത്തേക്ക് അയക്കുന്നത്. പ്രവാചകന്മാരുടെ കാര്യങ്ങൾ കേൾക്കുന്നവർ വിജയിക്കും, നിഷേധിക്കുന്നവർ പരാജയപ്പെടുകയും ചെയ്യും. മതത്തെയും പ്രവാചകരെയും നിഷേധിച്ച സമൂഹം അള്ളാഹു അയച്ചവരെ നിഷേധിച്ചവർ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചവർ, ഇവയെല്ലാം വെറും ഊഹങ്ങളാണെന്നും ദൈവമോ ശിക്ഷയോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ സമൂഹങ്ങളെല്ലാം നാമാവശേഷമാവുകയാണുണ്ടായത്. വിശുദ്ധ ഖുർആൻ അങ്ങനെയുള്ള സമൂഹങ്ങളുടെ ചരിത്രത്താൽ നിറഞ്ഞുകിടക്കുന്നുണ്ട്. ഇതേപോലെ മറ്റ് മതഗ്രന്ഥങ്ങളും ഈ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വരിഷ്ഠദാസരുടെ നിഷേധികൾ നശിച്ചൊടുങ്ങുകയുണ്ടായി. ഇതെല്ലാം നമ്മെ ചിന്തിപ്പിക്കുന്നതായി തീരേണ്ടതാണ്. ഇത് വെറും കഥകളല്ല, ഓരോ മതചരിത്രവും തന്നെ ഇതിന് സാക്ഷ്യം പറയുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ദൈവിക ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. അത് നമ്മോട് പറയുന്നത് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത് മനുഷ്യൻ ആത്മീയതയുടെ ഉന്നത പദവി കരസ്ഥമാക്കിക്കൊണ്ട് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. അങ്ങനെ അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുക. ഇതേപോലെ ഉന്നത ധാർമ്മിക ഗുണങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് ദൈവ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുക. തുടർന്ന് ഞാൻ പറഞ്ഞു, അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴു ലോകത്തിന്റെയും സംസ്കരണത്തിനായി അയച്ചപ്പോൾ അത് കരസ്ഥമാക്കാനായി തബ്ലീഗ് പൂർണ്ണരൂപത്തിൽ ചെയ്യുകയുണ്ടായി. തബ്ലീഗ് മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം രാത്രികളിൽ ഇതിന്റെ ഫലം ലഭിക്കാനും മനുഷ്യ ഹൃദയങ്ങൾ തുറക്കുന്നതിനായും ഇത് അംഗീകരിക്കുന്നതിനായും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു. അങ്ങനെ ആ മഹാത്മാവിന്റെ സുജൂദിന്റെ ഇടം കണ്ണുനീർ കൊണ്ട് നനയുകയുണ്ടായി. മാനവരാശിയുടെ സംസ്കരണത്തെക്കുറിച്ചും അവരെ നാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടതിനെക്കുറിച്ചും ഉണ്ടായിരുന്ന ഹൃദയവേദന വിവരിക്കാൻ കഴിയില്ല. ആ മഹാത്മാവിന്റെ ഈ വേദനയും അവസ്ഥയും കണ്ടുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു,
അവർ നിന്റെ കാര്യങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നീ നിന്നെ തന്നെ നശിപ്പിച്ചു കളയുമോ? नहीं कर दिया। എന്നാൽ दुआओं की कबूलियत അള്ളാഹു ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. ദുആ സ്വീകരിക്കപ്പെടുകയില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് ദുആകൾ സ്വീകരിക്കുകയും ആ ഹൃദയ നൊമ്പരത്തെ തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാതരം തിന്മകളിൽ ഉൾപ്പെട്ടിരുന്ന ആ സമൂഹത്തിൽ നിന്നും തിന്മകളെ അകറ്റി ധാർമ്മിക ഗുണമുള്ളവരും അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നവരുമാക്കി മാറ്റി. ഈ മാറ്റം ഒരു ഭൗതിക ശക്തിക്കും ചെയ്യാൻ സാധ്യമല്ല. ഇത് തീർച്ചയായും ദുആകൾ കേൾക്കുകയും ഹൃദയത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ പ്രവൃത്തിയായിരുന്നു. തുടർന്ന് ഞാൻ പറഞ്ഞത്, ശത്രുക്കളോട് സ്നേഹൈക്യത്തിൽ വർത്തിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചു കാണിച്ച മാതൃക ഭൗതിക രംഗത്ത് എവിടെയും ഉദാഹരണം കാണിക്കാൻ കഴിയില്ലാത്ത രീതിയിലുള്ളതാണ്. മക്കയിൽ അതിക്രൂരമായ ശത്രുത കാണിച്ചിരുന്ന ശത്രുക്കൾക്ക് മക്ക വിജയ സമയത്ത് അവർ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തതുപോലെ അവർക്ക് പുറത്തു കൊടുക്കുകയുണ്ടായി. എല്ലാ കാഫിറുകൾക്കും ശാന്തിയോടുകൂടി നിയമത്തിന്റെ അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് എന്ന നിബന്ധനയോടുകൂടി പുറത്തു കൊടുക്കുകയുണ്ടായി. ഈ പെരുമാറ്റ രീതികൾ കണ്ട് വലിയ ശത്രുക്കൾ പോലും അനിയന്ത്രിതമായി പറഞ്ഞത്, ഇങ്ങനെയുള്ള പെരുമാറ്റം ദൈവത്തിന്റെ പ്രവാചകന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. തീർച്ചയായും ഇസ്ലാം സത്യമാണ്. അങ്ങനെ അവർ വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റഹ്മത്തുൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവിടുന്ന് റഹ്മത്തിന്റെ ഏറ്റവും ഉദാത്തമായ ശ്രേണിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ വചനത്തെ സത്യപ്പെടുത്തുന്ന ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ഇത് സംബന്ധമായി കാണാൻ സാധിക്കുന്നതാണ്. റസൂൽ തിരുമേനി കാരുണ്യത്തിന്റെ പ്രവാചകനാണ് എന്നുള്ളത്. തുടർന്ന് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഉണ്ടായിട്ടും റസൂൽ തിരുമേനി കാരുണ്യത്തിന്റെ പ്രവാചകനായിരുന്നിട്ടും ഇസ്ലാമിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ കാഠിന്യത്തിന്റെയും യുദ്ധത്തിന്റെയും ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാലത്തും ഇത് ഉന്നയിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇവയെല്ലാം ചരിത്രപരമായ അജ്ഞതയാണ് കാണിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും യുദ്ധത്തിന് പ്രാരംഭം കുറിച്ചിട്ടില്ല. മക്കയിൽ അക്രമത്തിനിരയായി മർദ്ദനം അസഹനീയമായപ്പോൾ മദീനയിലേക്ക് ഹിജ്റത്തിൽ പോയി ഒരിക്കലും പ്രതികാരം ചെയ്തില്ല. എന്നാൽ മക്കക്കാർ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിനായി മദീനയെ ആക്രമിച്ചപ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടെ അതിന് മറുപടി നൽകുകയുണ്ടായി. ഇത് സംബന്ധമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഞാൻ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി. സൂറത്തുൽ ഹജ്ജിലെ 2 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولا ينصرن الله من ينصره إن الله لقوي عزيز. യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് തിരിച്ച് യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ അവർ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാണ്. ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്നവർ പറഞ്ഞതൊഴിച്ച് മറ്റൊരു കാരണവും കൂടാതെ അന്യായമായി തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടവരാണ് അവർ. മനുഷ്യരിൽ ചിലർക്ക് മറ്റു ചിലരിൽ നിന്നുള്ള അക്രമത്തിൽ നിന്നും സ്വയം രക്ഷിക്കുന്നതിന് അള്ളാഹു അനുമതി നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും ജൂതപ്പള്ളികളും മുസ്ലിം പള്ളികളും എല്ലാം തകർക്കപ്പെടുമായിരുന്നു. അവയിൽ വെച്ച് അള്ളാഹുവിന്റെ നാമം ധാരാളമായി അനുസ്മരിക്കപ്പെടുന്നു. തന്നെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും അള്ളാഹു മഹാശക്തനും പ്രതാപവാനുമാകുന്നു. ഞാൻ പറയുകയുണ്ടായി, ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ മർദ്ദിതർക്ക് പ്രതിരോധിക്കുവാനുള്ള അവകാശം നൽകുകയുണ്ടായി. അതോടൊപ്പം മറ്റെല്ലാ മതങ്ങളെയും സംരക്ഷിക്കുക കൂടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലാ ശക്തികളുടെയും ഉടമസ്ഥൻ അള്ളാഹു തന്നെയാണെന്ന്
ताकत रखता है। അവന്റെ വാഗ്ദാനമുണ്ട്. അവൻ നിഷേധികൾക്കെതിരിൽ ബലഹീനരായ शिकस्त खाएंगे। മുസ്ലിങ്ങളെ സഹായിക്കുവാൻ കഴിവുള്ളവനാണ്. നിഷേധികൾ തങ്ങളുടെ സർവ്വവിധ കഴിവുകൾ ഉണ്ടായിട്ടുകൂടി ആയുധങ്ങൾ ഉൾപ്പെടെ പരാജയപ്പെടുകയുണ്ടായി. അള്ളാഹു തന്റെ അസ്തിത്വത്തെ തെളിച്ചു കാട്ടിക്കൊണ്ട് ബലഹീനരായ മുസ്ലിങ്ങൾക്ക് നിഷേധികളുടെ മേൽ വിജയം നൽകുകയും ചെയ്തു. ആയുധധാരികളായ വലിയ സൈന്യത്തെയാണ് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് യുദ്ധങ്ങളും അദ്ദേഹത്തിന്റെ ഖലീഫമാർ നടത്തിയ യുദ്ധങ്ങളും എല്ലാം പ്രതിരോധത്തിനും സമാധാനം സ്ഥാപിക്കാനും വേണ്ടിയായിരുന്നു, ഒരിക്കലും ഭരണം പിടിച്ചെടുക്കുവാൻ വേണ്ടിയായിരുന്നില്ല. അതിനാൽ അള്ളാഹു പറഞ്ഞതുപോലെ അവന്റെ സഹായവും അവർക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളുടെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ചും മതത്തിൽ നിന്നുള്ള അകൽച്ചയെക്കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നടത്തിയിരുന്നു. ഇന്ന് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് വല്ല അക്രമവും വരുന്നുണ്ടെങ്കിൽ, അവരുടെ മോശമായ അവസ്ഥ നാം കാണുന്നുണ്ടെങ്കിൽ, ഇവയെല്ലാം പ്രവചനപ്രകാരമാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ അന്ത്യം ഇങ്ങനെ ആയിരിക്കില്ല, പൂർണ്ണമായും നാശത്തിന്റെ ഒരവസ്ഥ ആയിരിക്കില്ല. ഞാൻ ദൃഢമായി വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം, ഏതുപോലെ മുസ്ലിങ്ങളുടെ അധപ്പതനത്തെക്കുറിച്ചുള്ള ഈ പ്രവചനം പൂർത്തിയായോ, അതേപോലെ അവരുടെ ആത്മീയ പുരോഗതിയെക്കുറിച്ചുള്ള പ്രവചനവും പുലരുക തന്നെ ചെയ്യുന്നതാണ്. അത് മസീഹ് മൗദിന്റെ ആഗമനത്തോടു കൂടിയാണ് പൂർത്തിയാവുക. ഞാനും അഹമ്മദിയ ജമാഅത്തും വിശ്വസിക്കുന്നത് വാഗ്ദത്ത മസീഹ് അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനം അദ്ദേഹം നടപ്പിൽ വരുത്തുകയുണ്ടായി. ഒരു ജമാഅത്ത് സ്ഥാപിച്ചു, അത് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് ഇതാണ്, ബാഗ്ദത്ത മസീഹ് ഇസ്ലാമിന്റെ പുനർജനനത്തിനായാണ് വന്നത്. അദ്ദേഹത്തോടൊപ്പവും അള്ളാഹുവിന്റെ സഹായമുണ്ട്. 3 കാര്യങ്ങൾ ഉദാഹരണമായി ഞാൻ കൽപ്പിച്ചു. ഈ 3 പ്രവചനങ്ങൾ അദ്ദേഹത്തിന്റെ സത്യത്തിനുള്ള സാക്ഷ്യങ്ങളാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഈ കാലത്ത് ഭൂകമ്പങ്ങളും പ്രളയങ്ങളും വളരെ കൂടുതൽ ഉണ്ടാകുന്നതാണ്. ഇത് സത്യമായി പുലരുകയുണ്ടായി. കഴിഞ്ഞ നൂറ്റാണ്ടുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഈ നൂറ്റാണ്ടിൽ പ്രകടമായി. മറ്റൊരു പ്രവചനം അദ്ദേഹം നടത്തിയത് റഷ്യൻ ഭരണകൂടം തകർക്കപ്പെടുമെന്നും സാറിന്റെ ഭരണകൂടം മറിച്ചിടപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. ആ പ്രവചനം സത്യമായി പുലർന്നു. 3ാമത്തെ പ്രവചനം യുദ്ധങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു. നാം ഇപ്പോൾ 2 ലോകമഹായുദ്ധങ്ങൾ കാണുകയുണ്ടായി. മാനവരാശി വീണ്ടും ഒരു യുദ്ധത്തിന്റെ പിടിയിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ സൈന്യശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ബജറ്റ് മറ്റെല്ലാ ആവശ്യങ്ങളെയും പിൻപുറം തള്ളിക്കളയുകയാണുണ്ടായത്. സൈന്യത്തെ വർദ്ധിപ്പിക്കുവാനും ആയുധങ്ങൾ ശേഖരിക്കാനും വൻ സൈന്യശക്തിയായി തീരാനുമാണ് ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ലോകം ഒന്നുകൂടി ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അശാന്തി ലോകത്ത് മതങ്ങൾ കാരണമല്ല വരുന്നത്, അത്യാഗ്രഹവും രാഷ്ട്രീയമാണ് ഇതിന്റെ കാരണങ്ങൾ. മറ്റൊന്ന് പറഞ്ഞത്, ഇക്കാലത്ത് അള്ളാഹു അയച്ച വ്യക്തിയോടൊപ്പം അവന്റെ സഹായഹസ്തവുമുണ്ട്. ഈ സഹായങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ വളരെ ദൂരദിക്കിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിന്റെ സന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കാൻ കഴിയുമായിരുന്നില്ല. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം ഖിലാഫത്തിന്റെ സംവിധാനം നിലവിൽ വന്നു. അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അള്ളാഹു ഉണ്ടെന്നതിന് ഇക്കാലത്തുള്ള തെളിവുകളിൽ ഒന്ന് അഹമ്മദീയത്തിന് അള്ളാഹു നൽകുന്ന സഹായങ്ങൾ കൂടിയാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥാപകർ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നത് പ്രവാചക വൃത്താന്തങ്ങൾ വെറും കെട്ടുകഥകളല്ല, മറിച്ച് അള്ളാഹു ഇന്നും ജീവിച്ചിരിക്കുന്നവനും തന്റെ വരിഷ്ഠദാസരോട് അവൻ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് അവൻ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അതിനാൽ ലോകം ഇതിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. തങ്ങളുടെ തെറ്റുകളെ മതത്തിലും ദൈവത്തിലും കെട്ടിവെക്കാതിരിക്കുക, സ്വയം ഒരാത്മപരിശോധന നടത്തുക. ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു ലോകത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ 30-35 മിനിറ്റ് അവിടെ ചെയ്ത പ്രഭാഷണത്തിന്റെ ചുരുക്കമാണിത്. ചില പ്രതികരണങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുകയാണ്. ജനങ്ങളുടെ മുഖത്ത് നിന്നും മനസ്സിലായതും ചിലർ നേരിട്ട് പറഞ്ഞതും ഇസ്ലാമിനെ കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ പറയപ്പെട്ട കാര്യങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ്.
यूरोपियन काउंसिल फॉर रिलीजियस लीडर्स സ്റ്റെയിൻ सेक्रेटरी हैं, उन्होंने വില്യം സ്റ്റാർട്ട് യൂറോപ്യൻ കൌൺസിൽ ഫോർ റിലീജിയസ് ലീഡർ എന്ന തന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ രീതിയിൽ ഒരുമിച്ചിരിക്കുക എന്നതും വിവിധ മതസ്ഥരുടെ കാര്യങ്ങൾ കേൾക്കുക എന്നതും അതോടൊപ്പം നാം എല്ലാവരും സമാധാനത്തെ ആഗ്രഹിക്കുന്നവരാണെന്ന് ഏറ്റുപറയുന്നതും എല്ലാം ഏറ്റവും വലിയ വിജയമാണ്. ഇംഗ്ലണ്ടിലെ ഗ്രനഡയിലെ ഹൈക്കമ്മീഷണർ कि बहुत ഹിസ് എക്സലൻസി ജോസിലാൻഡ് വൈറ്റിമൻ പറയുന്നു, വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു. ഇത്രയധികം മതങ്ങളുടെ അനുയായികൾ ഒരേ കുടക്കിൽ ഒരുമിച്ച് കൂടുക എന്നത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ലോകത്തിന്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ജനങ്ങളെ എങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കി തരുന്നു. जो लंदन में मेट्रोपॉलिटन पुलिस में कमांडर हैं, മാക്സ്റ്റീൻ कहती हैं कि मुझे आज की तकरीर में ये बात ലണ്ടൻ മെട്രോപൊളിറ്റൻ സിറ്റിയിലെ പോലീസ് കമാൻഡറാണ് പറയുന്നത്, ഇന്നത്തെ ഈ പരിപാടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓരോ മതസ്ഥരും അവരുടെ മതത്തിന്റെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. മറ്റു മതങ്ങളെ ഒരിക്കലും ആക്ഷേപിച്ചിട്ടില്ല. ഇതുമൂലം നമുക്ക് ഒന്നിക്കാനും സൗഹൃദം നിലനിർത്താനും സാധിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്ഞിക്ക് കത്ത് അയച്ചിരുന്നത്. चार्ल्स टैनल യൂറോപ്യൻ പാർലമെന്റിൽ ലണ്ടന്റെ പ്രതിനിധിയായ ഡോക്ടർ ചാൾസ് ഡന്നാത്ത് പറയുന്നു, ഭാവിയിൽ ഈ ഒരു മാർഗം അവലംബിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നാം എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. മതത്തിന്റെ പേരിൽ നമ്മൾ പരസ്പരം തമ്മിലടിച്ചു കൊണ്ടിരിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ സമാധാനത്തിലുള്ള ഈ പ്രവർത്തനത്തെ ഞാൻ പിന്താങ്ങുന്നു. അഹമ്മദികളെ സംബന്ധിച്ച് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു കാര്യം ഇവരുടെ മതത്തിന്റെ അടിസ്ഥാനം സ്നേഹം ഏവരോടും വെറുപ്പ് ആരോടുമില്ല എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ ഇത് അന്തർദേശീയ തലത്തിലുള്ള ഒരു സന്ദേശമാണ്. മതങ്ങളെല്ലാം ഒരുമിച്ചിരിക്കാൻ കഴിയുന്നത്ര ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ എത്രയോ നല്ലതാണ്. ബെറൂണസ് ബാരഡ് ഇംഗ്ലണ്ട് പാർലമെന്റിലെ ഓൾ പാർട്ടി പാർലമെന്ററി ഗ്രൂപ്പിന്റെയും ഇന്റർനാഷണൽ ഫ്രീഡത്തിന്റെയും ചെയർപേഴ്സണാണ് പറയുന്നു, എനിക്ക് ഓൾ പാർട്ടി ചെയർമാൻ എന്ന പദവിയുണ്ട്. अहमदिया कम्युनिटी किसी तरह दूसरों की फलाह किस तरह എനിക്കറിയാം അഹമ്മദിയ ജമാഅത്ത് മറ്റുള്ളവരുടെ ഗുണത്തിനായി ഏതു രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഇമാം ജമാഅത്ത് അഹമ്മദിയ തന്റെ പ്രഭാഷണത്തിൽ ഈ കാര്യം പറയുകയും ചെയ്തു. हमें बहुत खुशी है कि हम अहमदिया कम्युनिटी के साथ അഹമ്മദിയ സമൂഹത്തോടൊപ്പം അവരുടെ പ്രവർത്തനത്തെ സഹായിക്കാൻ അവസരം ലഭിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അഹമ്മദികൾക്ക് ഈ നാട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. पाकिस्तान की पार्लियामेंट के ऑल पार्टी पार्लियामेंट्री ग्रुप ജെ കാർട്ടർ, ഇദ്ദേഹം ഇംഗ്ലണ്ടിലെ ആൾ പാർട്ടി പാർലമെന്റ് ഗ്രൂപ്പിന്റെയും ഇന്റർനാഷണൽ ഫ്രീഡത്തിന്റെയും മെമ്പറാണ്. के इमाम जमात अहमदिया ने जो कहा कि तमाम मज़हब में बुनियादी बात एक ही नजर आती है, यानी मोहब्बत, रवादारी और പറയുന്നു, ഇമാം ജമാഅത്ത് അഹമ്മദിയ പറഞ്ഞ കാര്യം, അതായത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഒന്നു തന്നെയാണ്. സ്നേഹം, സഹോദര്യം, സഹിഷ്ണുത എന്നീ പാഠങ്ങളാണ് നൽകുന്നത് എന്നത് സ്തുത്യർഹമാണ്. യഥാർത്ഥത്തിൽ മീഡിയകളാണ് മതത്തെ ജനങ്ങൾക്ക് പരസ്പരം തമ്മിലടിക്കുന്ന ഒരു ഭീകര സ്വത്തമായി അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഈ സദസ്സിൽ ഈ നാം കണ്ടത് അതിന് ഘടകവിരുദ്ധമായാണ്. दोबारा खत एक पैगाम था, ഡ്രൈവിന്റെ മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. इमाम जमात अहमदिया का पैगाम अमन और एक दूसरे को समझने के मुतालिक है। प्लीज ये कि दुनिया की ശാന്തിയെക്കുറിച്ചും പരസ്പരം അറിയേണ്ടതിനെക്കുറിച്ചുമാണ് ഇമാം ജമാഅത്ത് അഹമ്മദിയയുടെ സന്ദേശം. മറ്റുള്ളവരെയും നാം പരിഗണിക്കേണ്ടതാണ്. കാരണം നാം എല്ലാവരും ആദമിന്റെ സന്തതികളാണ്, ദൈവ സൃഷ്ടികളാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ നാം മാനിക്കേണ്ടതാണ്. ശാന്തിയോടെ ഒത്തൊരുമിച്ച് ജീവിക്കേണ്ടതാണ്. അതല്ലാതെ തമ്മിലടിച്ച് കഴിയരുത്. സമാധാനത്തിനായി കഴിവതും പരിശ്രമിക്കേണ്ടതാണ്. रवाइयां ये इसराइल की हुकूमत को भी, ഇസ്രായേലിന്റെ റബായിയാണ്. जैसे कि पहले मैंने कहा, അവരുടെ ഭരണകൂടത്തോടും ഈ കാര്യം പറയേണ്ടതാണ്. അവര് हैं एक ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ संतो കൌൺസിലർ साहब कहते हैं, സന്തോഖ് സിംഗ് मेरा ख्याल है कि इमाम जमात अहमदिया ये बात हमें പറയുന്നു, तमाम मज़हब में बहुत सारी ഞാൻ മനസ്സിലാക്കുന്നത് ഇമാം ജമാഅത്ത് അഹമ്മദിയ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മതങ്ങളിലെല്ലാം ചില കാര്യങ്ങൾ യോജിച്ചതായിട്ടുണ്ട്. ലോകമതങ്ങളെല്ലാം മാനവികതയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നാം പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. फिर नॉर्वे से इनकी एक सियासी पार्टी क्रिश्चियन रिपब्लिक പരസ്പരം നന്മ ചെയ്ത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. നോർവേയിൽ നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ബിലി ടാങ്കർ പറയുന്നു, ഇമാം ജമാഅത്ത് അഹമ്മദിയയുടെ പ്രഭാഷണത്തിന്റെ അവസാനം നമുക്ക് നൽകിയ മഹത്തായ സന്ദേശം ഇതാണ്: നമുക്കെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളത് ഇതാണ്.
നോർവേയിലും ഈ സന്ദേശത്തിന്റെ വലിയ പ്രാധാന്യമുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാം പ്രൊഫസർ ടി സുനിയർ പറയുന്നു, അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം, ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആന്റെയും അധ്യാപനങ്ങൾ ഉഗ്രവാദത്തിന് പകരം സമാധാന സ്ഥാപനത്തിനായാണ് ഊന്നൽ നൽകുന്നത്. ഗ്രീക്ക് ഓർത്തഡോക്സ് പെട്രിയാഗോ എൻജിഒയുമായി ബന്ധപ്പെട്ട ഫാദർ എത്തുൽവൈ പറയുന്നു, ഞാൻ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ വിവിധ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇമാം ജമാഅത്ത് അഹമ്മദിയയുടെ വ്യക്തിത്വത്തെയും പ്രവർത്തനത്തെയും അനുമോദിക്കുന്നു. എല്ലായ്പ്പോഴും പോലെ തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും ഉത്തമമായ പ്രഭാഷണം ഖലീഫയുടേതായിരുന്നു, ജമാഅത്തിന്റെ ഖലീഫയുടേതായിരുന്നു. വിവിധ മതസ്ഥരായവരെ ഒരുമിച്ച് കൂട്ടുക എന്നത്, അവരിൽ നിന്നും അവരുടെ മതകാര്യങ്ങൾ കേട്ടിരിക്കുക എന്നതും തികച്ചും ധീരമായ പ്രവൃത്തിയാണ്. ഇത് വലിയ വിജയമാണ്. അയർലൻഡിൽ നിന്നും ഒരാൾ വന്നിരുന്നു, പറയുന്നു, ഈ കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് ഇവിടെ നിന്നും ലഭിച്ച സന്ദേശം അതെന്നെ പിടിച്ചു കുലുക്കുകയുണ്ടായി. എനിക്ക് അഹമ്മദികളോട് പറയാനുള്ളത്, പരസ്യപ്പെടുത്താതെ നമ്മുടെ സന്ദേശത്തെ പ്രചരിപ്പിക്കുക എന്നത് ഇക്കാലത്ത് വളരെ പ്രയാസകരമാണ്. ജമാഅത്ത് വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതലായി പരസ്യപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം നിങ്ങളെക്കുറിച്ച് ലോകത്തിന് കുറച്ചുപേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ജഹാംഗീർ സാര സാഹിബ് യൂറോപ്യൻ കൌൺസിൽ ഓഫ് റിലീജിയൻസുമായി ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ സർത്തഷ്തി മതക്കാരനാണ്. ഈ സമ്മേളനം എന്നെ സ്വാധീനിക്കുകയുണ്ടായി. എല്ലാ പ്രഭാഷകരും നല്ല പ്രഭാഷണമാണ് കാഴ്ചവെച്ചത്. അവസാനം ഇമാം ജമാഅത്ത് അഹമ്മദിയയുടെ സന്ദേശം ആശയസമ്പുഷ്ടമായിരുന്നു. റോബണസീസ് മതവിദ്യാഭ്യാസത്തിന്റെ അധ്യാപകനാണ്, പറയുന്നു, ആത്മീയ നിർവൃതിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയായിരിക്കും എന്നെനിക്ക് അറിയില്ലായിരുന്നു. പല മതങ്ങളുടെയും സന്ദേശം എനിക്ക് കേൾക്കാൻ സാധിച്ചു. വീട്ടിൽ പോയി ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നതാണ്. ഇമാം ജമാഅത്തിന്റെ പ്രസംഗം ഉടനെ പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാനൻ ഡോക്ടർ കീൻ ഏതോ കത്തീഡ്രലുമായാണ് ഇദ്ദേഹത്തിന്റെ ബന്ധം. പറഞ്ഞു, കുറച്ചു കാലം മുമ്പ് വരെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു നമുക്കൊരു മതത്തിന്റെയും ആവശ്യമില്ല എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചിന്താഗതി തികച്ചും തെറ്റാണെന്നാണ്. ഇത് അടിസ്ഥാനരഹിതവുമാണ്. ബെൽജിയം യൂണിവേഴ്സിറ്റി ആന്റ്വെർപ്പൻ ഡോക്ടർ ലിസിയ പറയുന്നു, 2 പ്രൊഫസർമാർ പങ്കെടുത്തിരുന്നു. ഇവർ 2 പേരും പറഞ്ഞു, ഇസ്ലാമിന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും യഥാർത്ഥ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ഇമാം ജമാഅത്ത് അഹമ്മദിയ നടത്തിയ പ്രഭാഷണം വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. പ്രസംഗത്തിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾക്ക് വിശുദ്ധ ഖുർആന്റെ ഫ്ലാമിഷ് തർജ്ജമ നൽകുന്നതാണ്. വിശുദ്ധ ഖുർആൻ പഠിച്ച അവർക്ക് യഥാർത്ഥ ഇസ്ലാമി അധ്യാപനം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. തിരിച്ചു ചെന്നപ്പോൾ അവർക്ക് തർജ്ജമ നൽകുകയുണ്ടായി. അത് യൂണിവേഴ്സിറ്റിയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് മുഖേന തബ്ലീഗിന്റെ പുതിയ വഴികൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. സാന്റിയാഗോ കിത്താല റൂബിയോ സാഹിബ് സ്പെയിനിൽ നിന്നും വന്നതാണ്. മെഡ്രിഡ് യൂണിവേഴ്സിറ്റിയിലെ റിലീജിയൻസ് പ്രൊഫസറാണ്. പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ജമാഅത്തുമായി നല്ല ബന്ധമാണ്. 2012 യൂറോപ്യൻ പാർലമെന്റിൽ നടന്ന പരിപാടിയിൽ വന്നിരുന്നു. എന്നെ കാണുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നു, ആഗോള മത മഹാസമ്മേളനത്തെക്കുറിച്ച് എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ കോൺഫറൻസിന്റെ പ്രാധാന്യവും അഹമ്മദിയ ജമാഅത്തിന്റെ സന്ദേശത്തിന്റെ പ്രാധാന്യവും വിവരിക്കുകയാണെങ്കിൽ എത്രയോ പേജുകൾ നിറയുന്നതാണ്. ലോകചരിത്രത്തിൽ വിവിധ മതങ്ങൾ സങ്കീർണ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇക്കാലത്തും വിവിധ ശത്രുതകൾ നിലനിൽക്കുന്നു. പാശ്ചാത്യം, പൗരസ്ത്യം, ഇസ്ലാം, ക്രിസ്തുമതം, വികസിത രാഷ്ട്രം, വികസ്വര രാഷ്ട്രം തുടങ്ങിയവ തമ്മിൽ ഭിന്നത നിലനിൽക്കുന്നു. ഈ ഭിന്നത വെറുപ്പും വിദ്വേഷങ്ങളും ഊന്നൽ നൽകുന്ന ഒരു കാരണമായി പറഞ്ഞേക്കാം. എന്നാൽ
അഹമ്മദിയ ജമാഅത്തിന്റെ മുദ്രാവാക്യം ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ എന്നത് എല്ലാ മതങ്ങളുടെയും രത്നച്ചുരുക്കമാണ്. ഈ മുദ്രാവാക്യം ലോകമതങ്ങളെയും ജനങ്ങളെയും അവരുടെ വിശ്വാസ വൈപരീത്യത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും സ്വതന്ത്രരാക്കി ഒന്നിപ്പിക്കുന്നതാണ്. മുസ്ലിങ്ങളുടെ ഒരു വലിയ വിഭാഗം യുദ്ധം, വിദ്വേഷം, അക്രമം, തങ്ങളുടെയും മറ്റുള്ളവരുടെ ജീവിതം അപകടത്തിലാക്കുന്നതും അതേപോലെ തങ്ങളുടെ തന്നെ ജനങ്ങളെ കൊല്ലുന്നതിനെയും പിന്തുണക്കുകയും ചെയ്യുമ്പോൾ ഈ സാഹചര്യത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ തികച്ചും പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിനാൽ ഇങ്ങനെയുള്ള പരിപാടികൾ ആഗോളതലത്തിൽ മതലോകത്തും സാമൂഹ്യ രംഗത്തും പൂർണ്ണ സ്വീകാര്യത ലഭിക്കേണ്ടതാണ്. നീഗൽ ഗാൽസിയ പെട്രോബാദിലുള്ള ആളാണ്, പുരുഷനാണ്. കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു, മേയറുമായിരുന്നു. അദ്ദേഹം തന്റെ കാലത്ത് ചർച്ചിന്റെ ശക്തമായ എതിർപ്പുണ്ടായിട്ട് കൂടി 1980 മസ്ജിദ് ബിഷാറത്ത് നിർമ്മിക്കാനുള്ള അനുവാദം നൽകിയിരുന്നു. മസ്ജിദിൽ ഉദ്ഘാടന വേളയിൽ ഖലീഫത്തുൽ മസീഹ് റാബിനെ കണ്ടിരുന്നു. ഉസുർ ഒരു ഫ്രെയിം സമ്മാനമായി നൽകിയിരുന്നു. അതിൽ കലിമയാണ് എഴുതിയിരുന്നത്. അദ്ദേഹം അത് തന്റെ ഓഫീസിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ജമാഅത്തുമായി വളരെ അടുത്ത വ്യക്തിയാണ്. അഹമ്മദിയ ജമാഅത്തിന്റെ മേൽനോട്ടത്തിൽ വിവിധ മതാനുയായികളെയെല്ലാം അതേപോലത്തെ പാർലമെന്റ് മെമ്പർമാരെയും പ്രമുഖ വ്യക്തികളെയും രാഷ്ട്രീയ നേതാക്കളെയും മനുഷ്യ നന്മക്കായി പ്രവർത്തിക്കുന്ന നേതാക്കളെയും ലണ്ടനിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഐക്യവും സമാധാനവും സ്ഥാപിക്കുന്നതിനായി സംവാദം നടത്താനാണ് ഇത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഇത് തീർച്ചയായും വളരെയധികം ശ്ലാഘനീയമായ പ്രവൃത്തിയാണ്. ജമാഅത്ത് നടത്തുന്ന ഈ പരിപാടിക്ക് ഞാൻ ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ ജമാഅത്ത് തങ്ങളുടെ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മൂന്നാം ഖലീഫയെ പേദ്രോബാദ് പള്ളി നിർമ്മാണത്തിന് തറക്കല്ലുകൾ ചടങ്ങിൽ കാണാൻ സാധിച്ചു. 1981 കണ്ടത്. ഇതിനുശേഷം നാലാം ഖലീഫയെ ഇതേ പള്ളിയുടെ ഉദ്ഘാടന ഘട്ടത്തിൽ 1982 കാണാൻ സാധിച്ചു. ഈ കോൺഫറൻസ് മുഖേന അഹമ്മദിയ ജമാഅത്തിന് 5ാം ഖലീഫയെ കാണാനുള്ള തൗഫീഖ് ലഭിച്ചു. ഇത് എന്റെ സൌഭാഗ്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മിർസ മസ്റൂർ അഹമ്മദ് സാഹിബിന്റെ വാക്കുകളിൽ അങ്ങേയറ്റം ആനന്ദിക്കുകയുണ്ടായി. യുദ്ധത്തിൽ നിന്നും കലഹത്തിൽ നിന്നും സ്വതന്ത്രമായ സമാധാനം നിലനിൽക്കുന്ന ഒരു ശാന്തമായ സമൂഹത്തെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. പ്രതിരോധത്തിന്റെ പേരിൽ ആയുധത്തെ മാനവികതയെക്കാളും മുൻതൂക്കം നൽകുന്ന സർക്കാരുകളുടെ പ്രവർത്തനത്തെ അപലപിക്കുകയും ചെയ്തു. അദ്ദേഹം മിർസ മസ്റൂദ് അഹമ്മദ് നീതിയിലും പരസ്പരം സഹകരണത്തിലും അടിസ്ഥാനം വെക്കുന്ന ഒരു സമൂഹത്തിന്റെ നിർമ്മാണത്തിനായി വിവിധ മതാനുയായികളെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയ പ്രവർത്തനത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഭിന്നത നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ലോകത്താണ് നാം വസിക്കുന്നത്. ചില രാഷ്ട്രങ്ങൾ പുരോഗതിയുടെ ഉന്നതങ്ങളിൽ എത്തിയിരിക്കുന്നു. എന്നാൽ ലോകത്തുള്ള ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം പട്ടിണിയിലും കട്ടപ്പാടിലുമാണ്. ഒരു ഭാഗത്ത് ലക്ഷക്കണക്കിന് ടൺ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സമുദ്രത്തിൽ തള്ളിക്കളയുമ്പോൾ മറുഭാഗത്ത് കോടിക്കണക്കിന് ആളുകൾ ഭക്ഷണത്തിനായി വളരെ പ്രയാസപ്പെട്ടാണ് വല്ലതും ലഭിക്കുന്നത്. ഒരു ഭാഗത്ത് കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് സമൂഹത്തിലെ ഒരു വിഭാഗം ദാരിദ്ര്യത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്നു. നമുക്ക് ഒരു നല്ല സമൂഹം വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു. യുദ്ധത്തെ ഉപേക്ഷിക്കുക, സമാധാനം ആഗ്രഹിക്കുക, എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന പ്രവർത്തനത്തിൽ നമ്മൾ ഭാഗവാക്കാകേണ്ടതാണ്. അനീതിക്കെതിരെ പോരാടേണ്ടതാണ്. സമൂഹ നീതിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഏതായിരുന്നാലും ഈ അഭിപ്രായങ്ങളാണ് ഞാൻ കേൾപ്പിച്ചത്. ലോകം അവരുടെ സൃഷ്ടികർത്താവിലേക്ക് തിരിയട്ടെ, ദൈവത്തെ തിരിച്ചറിയട്ടെ. ദൈവത്തെ തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ആ നാശത്തെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ലിഖിതങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ പാകിസ്ഥാന്റെ പരിതാപകരമായ അവസ്ഥയോർത്ത് ദുആ ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. അള്ളാഹു ദ്രോഹികളിൽ നിന്നും ആ രാജ്യത്തെ രക്ഷിക്കട്ടെ, അഹമ്മദികളെ സംരക്ഷിക്കട്ടെ, സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കട്ടെ, ഈ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെയും അള്ളാഹു രക്ഷിക്കട്ടെ. ഇതേപോലെ സിറിയയുടെ അവസ്ഥയും ഓർത്ത് ദുആ ചെയ്യുക. അള്ളാഹു എല്ലാ അഹമ്മദികളെയും രക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു അഹമ്മദിയെ ഒരു കാരണവും കൂടാതെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാ അഹമ്മദികളെയും സംരക്ഷിക്കട്ടെ. പൊതുവിൽ ലോകത്തിനായി പ്രാർത്ഥിക്കുക. ഇപ്പോഴുള്ള അവസ്ഥ കാണുമ്പോൾ യുദ്ധത്തിലേക്ക് അതിശീഘ്രം മുന്നേറുന്നതായാണ് തോന്നുന്നത്. വലിയ ഭരണകൂടങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. യുദ്ധം നടന്നാൽ എന്തുമാത്രം ഭീഷണമായ അന്തരീക്ഷമായിരിക്കും ഉടലെടുക്കുക എന്നിവർ ചിന്തിക്കുന്നില്ല. ലോകം നാശത്തിന്റെ വക്കിലാണുള്ളത്. ഇവർക്കായി നാം കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതാണ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.